ഇബ്രാഹിം ഇവിടെ അഖീദയാണത്. നമ്മൾ വിചാരിക്കും ഡോക്ടറാണ് മാറ്റിത്തരുന്നത്. ആണോ? മാറ്റിത്തരുന്നത് ആരാ? അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അതിൻ്റെ സബബുകളായിരിക്കാം. പക്ഷെ ഷാഫി ആരാണ്? അള്ളാഹുവാണ്. റുഖിയ ചെയ്തു, ഉസ്താദ് മന്ത്രിച്ചൂതി തന്നു, പൊരുത്തം തന്നു, നിങ്ങൾക്ക് റുഖിയ തന്നു, ദുആ ചെയ്തു, അള്ളാഹു ശിഫ തരും. ശിഫ തരുന്നത് ആരാ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അപ്പോഴല്ലേ മുസ്ലിം ആവുള്ളൂ. റബ്ബി അല്ലാഹു സുമ്മ ഇസ്തഖിം. അലിയാരെ, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയണേ, മനസ്സുകൊണ്ട് പറയണേ, ഖൽബ് കൊണ്ട് പറയണേ. സുമ്മ ഇസ്തഖിം, പിന്നെ നേർവഴിയിൽ ജീവിക്കണമേ. സുമ്മ ഇസ്തഖിം, നേർവഴിയിൽ ജീവിക്കണമേ. അൽഹംദുലില്ലാഹ്, മൈക്ക് വളരെ റാഹത്താണ്. നിങ്ങൾ വേണമെങ്കിൽ എണിച്ച് പോയിക്കോളി. അൽഹംദുലില്ലാഹ്. സുമ്മ ഇസ്തഖിം, നേർവഴിയിൽ ജീവിക്കണമേ. സുമ്മ ഇസ്തഖിം, അത് വലിയ പ്രയാസമുള്ളൊരു വാക്കാണ്. അബ്ദുൽ ബാരി സാഹിബ് ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയം അതാണ്. ഇസ്തിഖാമത്ത്, എല്ലാ തരത്തിലും നേരെ ചൊവ്വേ ജീവിച്ചു പോവുക എന്നത് വലിയ പ്രതിസന്ധിയാണ്, പ്രയാസമാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. പുണ്യനബി തങ്ങളോട് ചോദിച്ചതാണ്, നബിയെ എനിക്ക് ഉപദേശം തരൂ. അവിടെ നിന്ന് കൊടുത്ത ഉപദേശമാണ് ഖുൽ റബ്ബി അല്ലാഹു സുമ്മ ഇസ്തഖിം. എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്ന അലിയാരെ, എന്നിട്ട് നേരായ വഴിയിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണമേ. ഇത് പറഞ്ഞപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, റബ്ബി അല്ലാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സൂറത്ത് ഹൂദിൻ്റെ അവസാന ഭാഗമാണത്. റബ്ബി അല്ലാഹ്, നബിയേ എൻ്റെ രക്ഷിതാവ് അല്ലാഹു തന്നെയാണ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്നതല്ലാതെ ഒരു സൗഭാഗ്യവും എനിക്കില്ല നബിയേ. എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അലൈഹി തവക്കൽതു, ആ റബ്ബിൻ്റെ മേൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. വഇലൈഹി ഉനീബ്, ആ റബ്ബിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. ഇത് അലിയാർ തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഹബീബായ നബി തങ്ങൾ അലിയാർ തങ്ങളോട് പറയുന്നു, ലിയഹ്നിക യാ അബൽ ഹസൻ, ലിയഹ്നികൽ ഇൽമു യാ അബൽ ഹസൻ. ഉബയ്യ് ഇബ്നു കഅബ് എന്നവരോട് പറഞ്ഞു, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, ലിയഹ്നികൽ ഇൽമു യാ അബൽ ഹസൻ. അബുൽ ഹസനെ, ഹസൻ എന്നവരുടെ വാപ്പയായവരെ, ഹുസൈൻ എന്നവരുടെ വാപ്പയെ, അലിയാരെ, നിങ്ങളുടെ അറിവിന് എല്ലാവിധ ആശംസയും നേരുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് അറിവ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ലഖദ് ശരിബ്തൽ ഇൽമ ശുർബാ വനഹൽതഹു നഹ്ലാ. ഇൽമ് നിങ്ങൾ വാരിക്കോരി കുടിച്ചിരിക്കുന്നു, ഇൽമ് നിങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് അലിയാർ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയാർ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? റബ്ബി അല്ലാഹു അലൈഹി തവക്കൽതു, റബ്ബി അല്ലാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അത് വല്ലാത്തൊരു അറിവാണ്, ഒരു ഇൽമാണത്. അബൂ ഇസ്ഹാഖുൽ ഫസാരി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ ഏത് വിഷയം തീരുമാനിക്കുകയോ ഇറങ്ങിപ്പുറപ്പെടുകയോ ചെയ്യുമ്പോൾ, ഒരു വിവാഹ നിശ്ചയം നടക്കുകയാണ്, ഒരു കച്ചവടം തുടങ്ങുകയാണ്, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുകയാണ്, അവരെ കോളേജിൽ കൊണ്ടുപോയി ആക്കുകയാണ്, യാത്ര അയക്കുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്, ഒരു തീരുമാനമെടുക്കുകയാണ്, എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും മഹാനായ അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങൾ പറയും, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, ഇല്ലാ അസമ അലയ്യ റുഷ്ദ്, അല്ലാഹു ആ വിഷയത്തിലെ ഏറ്റവും മനോഹരമായ വിധി, ആ വിഷയത്തിലെ മനോഹരമായ തീരുമാനം, ആ വിഷയത്തിലെ ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കാൻ അള്ളാഹു എന്നെ സഹായിക്കാറുണ്ട് എന്ന് അബൂ ഇസ്ഹാഖുൽ ഫസാരി തങ്ങൾ പറയുന്ന വാക്കിതാണ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. അള്ളാഹുവേ, എല്ലായിടത്തും നന്മ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളെ പരിഹരിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത്. ദുനിയാവിൽ അങ്ങനെയാവണം. ഏത് മീറ്റിങ്ങും, ഏത് പ്രസ്താവനയും, ഏത് പത്രസമ്മേളനമാവട്ടെ, ഏത് ഒരുമിച്ച് കൂടലാവട്ടെ, ഏത് മെസ്സേജുകളാവട്ടെ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ്,
അതിൻ്റെ പിറകിൽ ഒരു നന്മയെ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ഫിത്നയോ വിഘടനമോ തെറ്റിപ്പിരിയലോ അടിച്ചുപിരിയലോ ഇതൊന്നും ഒരിക്കലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിടത്തേക്ക് നടന്നു പോവുക പോലും ചെയ്യരുത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ്, അല്ലാഹുവേ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് മാത്രമാണ് റബ്ബേ ഞാൻ ഉദ്ദേശിക്കുന്നത്. മസ്തതഅതു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനു തന്നെയാണ് പരിശ്രമിക്കുക. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എൻ്റെ എല്ലാ തൗഫീഖും സൗഭാഗ്യവും റബ്ബേ നീയാണ് നൽകുന്നത്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സത്യവിശ്വാസികളെ അല്ലാഹു തആല മാലാഖമാരുടെ ലോകത്തിലേക്ക് ഉയർത്താൻ അല്ലാഹു നിശ്ചയിച്ച ചില ആദാബുകളുണ്ട്. മലക്കുകളെക്കാളും ശ്രേഷ്ഠന്മാരാണ് മനുഷ്യർ. പക്ഷേ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല വികാരം എന്ന് പറയുന്നൊരു സംഗതി, ഇത് സമ്പത്തിനോടാവാം, വ്യഭിചാരത്തോടാകാം, അധികാരത്തോടാകാം, താൻ പോരിമക്കാവാം. മനുഷ്യൻ ചില ആഗ്രഹങ്ങൾ നമ്മുടെ ശരീരം ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും നമ്മിൽ നിന്ന്. പക്ഷേ ഈ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി പാകപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ മലക്കുകൾ അങ്ങനെയല്ലയോ? യഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരാണവർ. അപ്പോൾ മനുഷ്യരിൽ ആ ഒരു ടെൻഡൻസി നമുക്ക് വേണമെന്നാണ്. സ്വാലിഹീങ്ങളുടെ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ഗുണഗണങ്ങളും അങ്ങനത്തേത് തന്നെയാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പുണ്യനബി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ എത്ര വലിയ കർമ്മം ചെയ്താലും ചെറുത് ചെയ്താലും, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, വലിയ വലിയ സംഭാവനകൾ ചെയ്തു, വലിയ വലിയ നിസ്കാരങ്ങൾ നിസ്കരിച്ചു, തസ്ബീഹ് നിസ്കാരം, സ്വലാത്തുൽ അവ്വാബീൻ, സ്വലാത്തുൽ ദുഹ, വിത്ർ, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് ഒക്കെ ചെയ്തു. നിയ്യത്ത് എന്ത് എന്ന് മാത്രമേ അള്ളാഹു നോക്കുന്നുള്ളൂ. യാ അല്ലാഹ്. പിന്നെ അമൽ, നിയ്യത്ത് നോക്കിയിട്ടേ പിന്നെ അമലിലേക്ക് കടക്കുന്നുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. നമ്മുടെ മനസ്സിൽ എന്താണോ നിയ്യത്ത് ചെയ്തത് അതിനാണ് അള്ളാഹു കൂലി തരുന്നത്. അള്ളാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. ബിസ്മില്ലാഹ്. നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്, ബക്കറ്റുമായിട്ട് ഇതിനിടയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി വലിയ സഹായം ചെയ്ത് സഹകരിക്കണേ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കാരണം ഈ പരിപാടിക്ക് ഇതിൻ്റെ ചിലവ് തന്നെ വലിയൊരു ചിലവാണ്. അപ്പോൾ നമ്മൾ ഈ 5-10 കൊടുത്താലൊന്നും അത് ഇവിടെ എത്തൂല. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ വന്നാൽ അതിന് പന്തലോ ഒരു ഓഡിറ്റോറിയോ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ എത്രയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും സിദ്ദീഖ് ഫൈസി ഉസ്താദ് ഇനി വേദ വെക്കൂല, അന്ന് വേദ വെച്ച് തോറ്റതാണെന്ന് പറയരുത്. എങ്ങനെ ആൾക്കാർ പൈസ തരില്ലേ? നമ്മൾ സ്ഥാപനത്തിൻ്റെ പൈസ എടുത്ത് കൊടുക്കണ്ടേ? ഈ മൈക്ക് സെറ്റും ഈ ലൈറ്റും സൗണ്ടും ഈ ഒരു പന്തലും ഇതൊക്കെ അവർക്കൊക്കെ പേ ചെയ്യണ്ടേ? അങ്ങനെ ഒരിക്കലും വരരുത്. ഉമ്മമാരെ, സഹോദരിമാരെ, നല്ല നിയ്യത്ത് ചെയ്യണേ. നിങ്ങളൊക്കെ സഹായിക്കണം. പുരുഷന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ. ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകൾ കച്ചവടക്കാരാണ്. കൊടുവള്ളിയിൽ ജോലി ചെയ്യുന്നവർ കുറവാണെന്ന് എൻ്റെ അറിവിൽ. എല്ലാവരും കച്ചവടക്കാരാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് അള്ളാഹുവിനോട് നന്ദി ചെയ്യണം, പഠിച്ചവനോട് നന്ദി ചെയ്യുക. അള്ളാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ലികുല്ലി ഇംറിഇൻ ജവാനിയുൻ വബറാനി. ഓരോ മനുഷ്യനും മറഞ്ഞു കിടക്കുന്നതുമുണ്ട്, വെളിവായി നിൽക്കുന്നതുമുണ്ട്. പ്രത്യക്ഷമായൊരു ലോകം, മറഞ്ഞു കിടക്കുന്നൊരു ലോകം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കാണ്, ഹബീബിൻ്റെ സ്വഹാബിയാണിത്. ലികുല്ലി ഇംറിഇൻ ജവാനിയുൻ വബറാനിയുൻ ഫമൻ യുസ്ലിഹ് ജവാനിയത്ത് യുസ്ലിഹില്ലാഹു ബറാനിയഹ്. ഒരു മനുഷ്യൻ്റെ രഹസ്യം നന്നായാൽ അള്ളാഹു അയാളുടെ പരസ്യം നന്നാക്കി തരും. പ്രത്യക്ഷത്തിൽ ആളുകൾ നോക്കുന്നിടത്തൊക്കെ ശരിയാണ്, പക്ഷേ ആളുകൾ കാണാത്തിടത്ത് എത്തുമ്പോൾ അവരെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരസ്യവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെളിവാക്കുമെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വമൻ യുഫ്സിദ് ജവാനിയ യുഫ്സിദുല്ലാഹു ബറാനിയ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യൻ്റെ രഹസ്യമെങ്ങാനും നമ്മൾ മോശമാക്കുകയാണെങ്കിൽ ആരും കാണാതിരുന്നാൽ നിസ്കരിക്കൂല, ഉമ്മ പറയാതിരുന്നാൽ നിസ്കരിക്കൂല, ഉപ്പ മിണ്ടാതിരുന്നാൽ നിസ്കരിക്കൂല, ഉപ്പ പറഞ്ഞാലേ നിസ്കരിക്കൂ. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ആരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നിസ്കരിക്കൂല. രഹസ്യം മോശമാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പരസ്യവും മോശമാക്കും. അള്ളാഹുവിനെ പേടിക്കണേ എന്ന്
ലാ യസാലുൽ അബ്ദു ബിഖൈരിൻ മാ ദാമ ഇദാ ഖാല ലില്ലാഹ്. നിങ്ങൾ എന്ത് പറയുന്നുണ്ടോ, എന്ത് സംസാരിക്കുന്നുണ്ടോ അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സംസാരമാവട്ടെ, വേറെ ഒന്നും ലക്ഷ്യമാക്കരുത്. അതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ നീയത്ത് അള്ളാഹു അതാ നോക്കുന്നത്. എൻ്റെ നീയത്ത് എന്താണ്, ഞാൻ എന്തിനാണ് യാത്ര ചെയ്ത് വന്നത്, ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, എൻ്റെ നീയത്ത് എന്താ, നിങ്ങളുടെ നീയത്ത് എന്താ. നമ്മളിനി ഇവിടുന്ന് പോയാൽ നമ്മൾ എന്താ പറയുന്നത്, എന്തിനാ പറയുന്നത്, അള്ളാഹുവിന് വേണ്ടി പറയുന്നുണ്ടോ? ആരാണ് അള്ളാഹുവിന് വേണ്ടി പറയുന്നത്? ലാ യസാലുൽ അബ്ദു ബിഖൈരിൻ. നിങ്ങളുടെ വാക്കുകളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നന്മയല്ലാതെ മറ്റൊന്നും വരുത്തുകയില്ല. ജീവിതത്തിൽ നന്മയുണ്ടാവാൻ ഇത് കാരണമാണ്. പറയുന്ന വാക്കുകൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വാക്കുകളാവട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും, ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അള്ളാഹു ഇതിന് സാക്ഷിയാണ് റബ്ബേ എന്ന ബോധത്തിൽ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഉമ്മയോട്, ഉപ്പയോട്, പെങ്ങളോട്, അനുജനോട്, അനുജത്തിയോട് നിങ്ങൾ സംസാരിക്കുന്നു, കൂട്ടുകാരനോട്, പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികളോട് നിങ്ങൾ സംസാരിക്കുന്നു, നമ്മുടെ ബന്ധുക്കളോട് സംസാരിക്കുന്നു, എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലാ യസാലുൽ അബ്ദു ബിഖൈരിൻ, അള്ളാഹു നിങ്ങൾക്ക് നന്മയാണ് വരുത്തുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നന്മ മാത്രമാണ് നൽകുന്നത്. യാ അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പടച്ചതമ്പുരാന് വേണ്ടി ദുആ ഇരക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ദുആ ചെയ്യുമ്പോഴേ ഞാൻ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്കാണ് കൈയുയർത്തി നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ ഹദറത്തിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ബോധത്തിലുള്ള ചോദ്യമാണോ ദുആക്ക് ഉത്തരമുണ്ടായിരിക്കും. തീർച്ചയാണ്, ഉറപ്പാണ്. കണ്ണേറിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. കണ്ണേറിനെ അല്ല പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. കണ്ണേറിനെ പ്രതിരോധം ചെയ്യണം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, ഉറപ്പാണ്, അത് സത്യമാണ്. സിഹർ ഹഖാണ്, അത് സത്യമാണ്. പക്ഷേ സിഹറിനങ്ങനെ പേടിച്ചടക്കുക, കണ്ണേറിനെ പേടിച്ചിങ്ങനെ ജീവിക്കുക, ഏത് നേരം പേടിയാണ്. കണ്ണേറ് കൊള്ളോ സിഹർ കൊള്ളോ. പേടിക്കുന്ന ആരാന്നറിയോ? അപ്പോൾ നിങ്ങൾ പേടിക്കുന്നത് ശൈത്വാനെയാണ്, ആരല്ല? അള്ളാഹുവിനെയല്ല. ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫാ, പിശാചിൻ്റെ കുതന്ത്രങ്ങൾ വളരെ ദുർബലമാണ്, വളരെ ദുർബലമാണ്. ആരാണ് അദീം? അല്ലാഹു ജല്ല ജലാലു. ഇപ്പം പേടിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിനെയല്ലേ പേടിക്കേണ്ടത്. എൻ്റെ റബ്ബത് തടുക്കും, എൻ്റെ റബ്ബെനിക്ക് കാവൽ തരും, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ടാകും. ഈ ഒരു ബോധം നമ്മുടെ കൽബിലില്ല. പേടിക്കുന്നതിൻ്റെ 90% പേടി ശൈത്താന്മാരെയും 10% അള്ളാഹു കൊടുക്കണുള്ളൂ. അപ്പോൾ പിന്നെ ഇനി അൽ ബഖറ ദിവസം 10 ഓതിയാലും എന്ത് ചെയ്യില്ല? ആ പ്രയാസം മാറി കിട്ടൂല. ഇല്ലേ, 3 ദിവസം തുടർച്ചയായി സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഓതിയാൽ അവിടെ പിശാച്ചിറങ്ങി ഓടുന്നതാണ്. പക്ഷേ ഒരു 30 ദിവസമായിട്ട് ഓതാൻ തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ അസുഖം മാറിയിട്ടില്ല. എന്തേ കാരണം എന്നറിയോ? നിങ്ങളപ്പോഴൊക്കെ പേടിക്കുക, റബ്ബേ സിഹർ അത് ആര് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ആരാ ഇനി ചെയ്യുമോ എന്നറിയില്ല, അപ്പോൾ എനിക്കിനി എന്താ സംഭവിക്കാൻ പോകുമെന്നറിയില്ല. പേടി മൊത്തം പിശാച്ചിനെയാണ്, പേടി മൊത്തം കണ്ണേറിനെയാണ്, ആരല്ല? അല്ലാഹുവിനല്ല. റബ്ബേ സൂറത്തുൽ ബഖറയാണ് ഞാൻ ഓതുന്നത്, നിന്റെ കലാമിലെ ഏറ്റവും ഗൗരവമേറിയ സൂറ, നിന്റെ വചനമാണിത് റബ്ബേ. അലിഫ് ലാം മീം ലാ യഅലമു തഅവീലഹാ ഇല്ലല്ലാഹ്, നിന്റെ മഅന റബ്ബിന് മാത്രമേ അറിയൂ. ദാലികൽ കിതാബു ലാ റൈബ ഫീ, തുടങ്ങുക. അതിൻ്റെ അവസാന ഭാഗം ആയത്താൻ. രാത്രിയിൽ ആരെങ്കിലും ആമന റസൂൽ ഓതിയാൽ കഫതാ, ഒരു മനുഷ്യൻ്റെ രാത്രിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആമന റസൂൽ എന്ന 2 ആയത്ത് മതി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പേടി അള്ളാഹുവിനെ ആവണം. പടച്ചതമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന ബോധം ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതാണ് താക്കോൽ. ഈ താക്കോലില്ലാതെ കുറേ ദിക്റിലിട്ട് എന്താ കാര്യം? ഫലം കിട്ടുമോ? ദിക്റിന് കൂലി കിട്ടും, പക്ഷെ അതിൻ്റെ ഉദ്ദേശിച്ച ഫലം കിട്ടുമോ? കിട്ടൂല. എന്തേ? അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അദീമായ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നാ. യാ അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ അയാൾ കയ്യിൽ ചരൽക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂറിൽ ഐൻ, പടച്ചവനെ ഹൂറുല്ലീനെ കെട്ടിച്ചു തരയണമേ, ഹൂറുല്ലീനെ കല്യാണം കഴിക്കാൻ ഭാഗ്യം നൽകണമേ എന്നിങ്ങനെ ദുആർക്കാണ്. ഒരു കല്ലിൽ കളിച്ചിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂറിൽ ഐൻ. ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ തസ്ബീഹിലുണ്ട്.
ഗെയിമാണ് കളിക്കണത്, പറയണത് തസ്ബീഹും. അഡിക്റ്റായി പോയിട്ടേ കളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ക്യാമറ ഫോട്ടോ എടുക്കുകയാണ്, ബിസ്മില്ല ഫോട്ടോ എടുക്കുമ്പോഴേ തിന്നുമ്മൽ കൊടുക്കുമ്പോൾ ബിസ്മില്ല സുന്നത്തുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിസ്മില്ല, യാ അല്ലാഹ്. മിനിമം കറാഹത്തെങ്കിലുമുള്ള സംഗതി, ആവശ്യമില്ല, അനാവശ്യമാണ്, വെറുതെ ഒരു അനാവശ്യ വിഷയമാണ്. ഇന്നിപ്പോൾ അത് വലിയ സംഭവമാണ്. ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ കേസാണ്. വലിയ ഒരു ഭയങ്കര അഹങ്കാരിയാട്ടോ, ഓട്ടത്തിന് പോലും നിന്നിരില്ല എന്നാൽ പിന്നെ കമൻറ്റ് വരിക. അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കുക. ഇത് വളരെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ആവശ്യങ്ങൾക്ക് മാത്രം, അത്യാവശ്യങ്ങൾക്ക് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ന് അതൊരു ഒരു 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 പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഫോട്ടോ സെഷൻ എന്ന് പറയും. അത് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ അരമണിക്കൂർ കഴിയണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന ആൾ ബിസ്മില്ല ബിസ്മില്ല സുബ്ഹാനല്ലാഹ് ദിക്റായി ചെല്ലണത്. ചെയ്യുന്ന പണിയോ അള്ളാഹിൻ്റെ അടുത്ത് പുണ്യമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതുപോലെയാണ് അയാൾ ചോദിക്കുന്നത്, അല്ലാഹുമ്മ സവ്വിജ്നി മിനൽ ഹൂറിൽ ഈൻ, പടച്ചവനെ ഹൂറുൽ ഈനെ കെട്ടിച്ചു തരേണമേ. കല്ലുകൊണ്ട് ഇങ്ങനെ കളിക്കുക. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സയ്യിദുസ് സാഹിദീൻ, പരിത്യാഗികളുടെ നേതാവ് എന്ന് ഇജ്മാഉള്ള മഹാൻ, ഈ ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് എന്ന് മഹാന്മാർ പറഞ്ഞ ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഖർനുൽ ഊലയുടെ അൽ ഖർനുൽ അവ്വലിൻ്റെ ആദ്യ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. തങ്ങൾ വലിയ മഹാനാണ്. മഹാനവറുകൾ പറഞ്ഞു, ബിഇസൽ ഖാതിബു അൻത, നീയാണോ പെണ്ണാലോചിക്കുന്നത്, നീയാണോ ഹൂറുൽ ഈനെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നത്? അലാ അൽഖൈതൽ ഹസ്വാ വഅഖ്ലസ്ത ഇലല്ലാഹി തആല ദുആ, നിന്റെ കയ്യിലുള്ള ചരൽക്കല്ലൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് അള്ളാഹുവിനോടൊന്ന് ആത്മാർത്ഥമായി നിനക്കൊന്ന് ചോദിച്ചുകൂടെ? ഈ കല്ലും പിടിച്ച് കളിച്ചുകൊണ്ടുള്ള ചോദ്യം, നീ എത്ര മോശക്കാരനാണ്, നിനക്ക് എങ്ങനെ അള്ളാഹു കല്യാണം കഴിച്ചു തരാനാണ്? നിന്റെ പ്രാർത്ഥനയിലെങ്കിലും നിനക്ക് ആത്മാർത്ഥത വേണ്ടയോ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ വൽ ആഖിറ وإنه في الآخرة لمن وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ആയത്താണിത്. സൂറത്തുൽ അൻകബൂത്തിൽ വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൂലി കൊടുത്തു, പ്രതിഫലം കൊടുത്തു. തീയിലേക്ക് എറിയപ്പെട്ടില്ലേ? തീയിലിട്ടാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് കാണാനുണ്ടാവോ? ഇരുമ്പിട്ടാൽ പഴുക്കൂലേ തീയിൽ? തീ എല്ലാറ്റിനെയും കരിച്ചു കളയുന്ന സാധന. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലേക്ക് വീഴുകയാണ്. മിഞ്ചനീക്ക് കൊണ്ട് മഹാനവറുകളെ തൊടുത്തു വിട്ടപ്പോൾ ആ എയറിൽ നിൽക്കുന്ന സമയത്ത് ഏതാനും മൈക്രോ സെക്കൻഡുകൾ ജിബ്രീൽ തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമേ സഹായം വേണോ? അമ്മ ഇലൈക ഫലാ ഇൽമുഹു ബിഹാലി യക്ഫീനി അൻ സുആലി, എൻ്റെ റബ്ബിനറിയാമല്ലോ ഞാൻ എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്ന്. എൻ്റെ റബ്ബിന് കത്തിയാളുന്ന തീജ്വാലകളെ തണുപ്പിക്കാൻ കഴിയും. എൻ്റെ റബ്ബാണ് തണുപ്പിക്കുന്നത്, എൻ്റെ റബ്ബാണ് തീജ്വാലകൾക്ക് കരിക്കാൻ കഴിവ് കൊടുത്തത് എന്നല്ലാതെ തീയായതുകൊണ്ടല്ല എന്ന് ഖൽബ് കൊണ്ട് വിശ്വസിച്ച നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താ സംഭവിച്ചത്? തീകുണ്ഠാരം തണുപ്പായി മാറി. ഈ സംഭവം നടന്നത് ഇറാഖ് തുർക്കിയുടെ ബോർഡറിലാണ്. ആ സ്ഥലം ഇന്നും അവിടെ ഉണ്ട്, അതൊരു പേരുണ്ട്. ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം. തുർക്കിയുടെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചു പോയ നാടാണ് ബാബിലോൺ. ഇറാഖിൻ്റെ ഏകദേശം അതിർവരമ്പുകളിൽ വരുന്ന പ്രദേശമാണത്. ഇറാഖിൻ്റെ പരിസരം തുർക്കിയുടെ ഭാഗമാണ്. സിറിയ, ഇറാഖൊക്കെ തുർക്കിയുടെ ബോർഡറാണ്. ഇപ്പോൾ തുർക്കി ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞില്ല, അത് ഇങ്ങറ്റത്ത് തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അങ്ങ് വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്താണ് കിടക്കുന്നത്. ഇത് തുർക്കിയുടെ ഇങ്ങേ ഈസ്റ്റേൺ അറ്റത്താണ് ഈ ഭൂകമ്പം ഉണ്ടായത്, ബോർഡറിലാണ്. തുർക്കിയുടെ 99% ഭൂമി കിടക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ടാണ്. ഏതായിരുന്നാലും ഒരുപാട് ചരിത്രാത്ഭുതങ്ങൾ കിടക്കുന്നൊരു പ്രദേശമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഈ തീക്കുണ്ഠാരമുള്ള നാടവിടെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ട അറാറത്ത് പർവ്വതം തുർക്കിയിലാണ്. ഫസ്തവ ചഅലൽ ജൂദി, ഇതൊക്കെ തുർക്കിയിലാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഖുർആൻ പറഞ്ഞത് കിടക്കുന്ന സ്ഥലമാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ആതൈനാഹു അജ്റഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം സച്ചരിതരായ സ്വാലിഹായ ഒരു മനുഷ്യനാണ്, അല്ലാഹുവിൻ്റെ നബിയാണ്.
അതുകൊണ്ട് മഹാന്മാർ ജീവിതത്തിൽ നിന്ന് നമുക്ക് അടർത്തി തന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠം യഖീനിൻ്റെ പാഠമാണ്. എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് രക്ഷപ്പെടുകയാണ് കൈറോവിൽ നിന്ന് ഫലസ്തീനിലേക്ക്. പക്ഷെ പോകേണ്ടത് സൂയസ് കടലിടുക്ക് അവസാനിക്കുന്ന ഭാഗത്തുകൂടെ കരയുണ്ട്. ആ കരയിലൂടെ ഇപ്പോൾ സൂയസ് കനാൽ ഉണ്ടാക്കിയത്. അന്ന് കനാലില്ലല്ലോ മൂസാ നബിയുടെ കാലത്ത്. കരമാർഗം പോകാൻ കഴിയും. പക്ഷെ ആ ഒരു ഇടത്തോട്ട് പോകാൻ വഴിതെറ്റുകയും നേരെ കടലിന് മുമ്പിൽ വന്നെത്തുകയും ചെയ്തു. ചെങ്കടൽ ഇങ്ങനെ വന്നിട്ട് നേരെ സൂയസ് ഉൾക്കടലിൽ അവസാനിക്കുകയാണ്. സൂയസ് ഉൾക്കടലിൻ്റെ ഒരു അവസാനം, പിന്നെ കുറച്ച് കരയാണ്. എന്നിട്ട് അപ്പുറത്താണ് മെഡിറ്ററേനിയൻ കടലുള്ളത്. പിന്നെ അലക്സാണ്ട്രിയ ഈജിപ്തിൻ്റെ സിറ്റികൾ കിടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് കടൽ മുറിച്ചു കടക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം കൂടുള്ള ആളുകളൊക്കെ ചീത്ത പറയാൻ തുടങ്ങിയില്ലേ, മൂസ നബിയെ നിങ്ങളുടെ പണിയാണ് ഞങ്ങൾ കുടുങ്ങിയത്, നിങ്ങളാണ് ഞങ്ങളുടെ കൊണ്ടുവന്ന് നിർത്തിയത്, ഇന്നാലെ മുദറഖൂൻ, ഞങ്ങളെ പിടിച്ചു, ഞങ്ങൾ പെട്ടുപോയി, ഫറോവേദ ഞങ്ങൾ പിടിക്കാൻ വരുന്നു. എന്താ മൂസ നബി കൊടുത്ത മറുപടി അറിയോ? ഖല്ലാ, ഒരിക്കലുമില്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവായ അല്ലാഹു ഉണ്ട്. كلا إن معي ربي ولقد أوحينا إلى موسى أن نسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشاه. മൂസാ നബി അലൈഹിസ്സലാമിന് 12,000 ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയായി കടൽ വെള്ളത്തെ അള്ളാഹു പിടിച്ചു നിർത്തിയതിനാണ് ബൈബിൾ പുസ്തകം എക്സോഡസ്, മഹാപലായനം എന്ന് പറയുന്ന ബൈബിൾ പുസ്തകത്തിലെ ചർച്ച അതാണ്. ക്രിസ്ത്യാനികൾക്കറിയാം ഈ ചരിത്രം, ജൂതന്മാർക്കറിയാം, മുസ്ലിമീങ്ങൾക്കറിയാം. കടൽ വെള്ളത്തെ അള്ളാഹു പിടിച്ചു നിർത്തി. ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസാ, കടൽ വെള്ളം മാറി നിന്നാൽ അവിടെ നനവുണ്ടാവും, ചെളിയായിരിക്കും അല്ലേ? വെള്ളം പെട്ടെന്ന് വറ്റിയാൽ ചെളിയാവൂലേ? പാടത്തും വയലത്ത് കണ്ടിട്ടില്ലേ മഴവെള്ളം നീങ്ങിയാൽ? പക്ഷേ യബസൻ, അള്ളാഹു ഉണക്കിക്കൊടുത്തു. ഉണങ്ങിയ വഴിയിലൂടെയാണ് 12,000-ഓളം ബനു ഇസ്രായേലുകൾ അക്കരെ കിടക്കുന്നത്. യബസൻ, ഉറക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടല്ലോ. മൂസ നബി പറഞ്ഞു, പെടേ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവ് അള്ളാഹു ഉണ്ട്, അടിച്ചോളൂ മൂസ നബിയെ വടികൊണ്ട്. ആ അടിച്ച ഇടം, അങ്ങനെ കരക്കവർ കയറിയ സ്ഥലം ഉയൂൻ മൂസ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ വലിയൊരു ചെക്ക് പോസ്റ്റാണിത്. സുയസ് കനാലിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, അതിൻ്റെ ഒരു 10-60 കിലോമീറ്റർ മുമ്പ് ഉയൂൻ മൂസ, ഇവിടെ വലിയ ഒരു ചെക്ക് പോയിൻ്റാണ്. ഇപ്പോൾ ഒരുപാട്, എനിക്ക് തോന്നുന്നൊരു 10-12-12-ലേറെ ലൈനുകൾ ബസ്സും കാറും ഒക്കെ നിർത്തിയിട്ട് അവിടെ പട്ടാളക്കാരുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഉയൂൻ മൂസ എന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ മൂസ നബിയുടെ അരുവികളുണ്ടായ സ്ഥലം. മൂസാ നബി കടൽ കടന്നെത്തിയ പ്രദേശമാണിത്, ഉയൂൻ മൂസ. ആ പ്രദേശത്തെ മുനിസിപ്പാലിറ്റിൻ്റെ പേരെന്നെ അതാ, ഉയൂൻ മൂസ. ഉയൂൻ മൂസ, ആ നാട്ടിലൊക്കെ എഴുതി വെക്കലതാ, ഉയൂൻ മൂസ അലൈഹിസ്സലാം. മൂസ നബിയുടെ വടി കൊണ്ടടിച്ച് അവർക്ക് പാറയിൽ നിന്ന് വെള്ളം കിട്ടിയ സ്ഥലവും അവിടെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. അല്ലാഹുമ്മ ഹബിലി ഈമാനൻ വയഖീനൻ വമുആഫാതൻ വനിയ്യ. ഇത് ആരുടെ ദുആയാണെന്നറിയുമോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരുടെ ഈമാനാണോ ലോകത്തെ എല്ലാ വിശ്വാസികളുടെയും ഈമാൻ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വടിച്ചെടുക്കുകയും വരാൻ പോകുന്ന മുഅ്മിനീങ്ങളുടെ ഈമാൻ അടക്കം സ്വഹാബത്തിൻ്റേതടക്കം എല്ലാം തുലാസിൻ്റെ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത് മറ്റൊരു കിഫയിലും തട്ടിലും വെച്ചാൽ റജഹത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിനാണ് ഭാരമുണ്ടാവുകയെന്ന് ആരാണോ പറഞ്ഞത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകമായ ദുആയാണിത്, നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ ഹബിലി, അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ നിൻ്റെ ഓശാരമായിട്ട് ഈമാനൻ വയഖീനൻ, നിന്നെക്കുറിച്ചുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൽ ഉറപ്പും. ഇന്നത്തെ വിഷയം യഖീനാണ്, ഉറപ്പില്ല. ഒരു യുക്തിവാദിൻ്റെ ഒരു ക്ലിപ്പ് കേട്ട ഇളകി, യഖീനില്ല. ഈമാനൻ വയഖീനൻ, അല്ലാഹുവേ മനസ്സിന് വിശ്വാസവും ഹൃദയത്തിന് ഉറപ്പും നൽകണമേ. വമുആഫാതൻ വനിയ്യ,
അല്ലാഹുവേ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സൗകര്യവും സൗഭാഗ്യവും നൽകണേ. വനീയത്തൻ, ഹൃദയത്തിന് ഏറ്റവും നല്ല നീയത്തും നൽകണമേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് മഹാനായ അബൂ യസീദുൽ മദീനി റഹിമഹുല്ലാഹ്. സിദ്ദീഖ് തങ്ങളുടെ ദുആയാണിത്. അല്ലാഹുമ്മ ഹബിലി ഈമാനൻ വയഖീനൻ വമുആഫാതൻ വനിയ്യ. എന്ന് ദുആ ചെയ്തു നോക്കൂ. അല്ലാഹുമ്മ ഹബ്ലി ഈമാനൻ വയഖീനൻ വമുആഫാതൻ വനിയ്യതൻ. അല്ലാഹുമ്മ ഹബ്ലി ഈമാനൻ വയഖീന വമുആഫാതൻ വനിയ്യ. അല്ലാഹുവേ നീ യഖീൻ നൽകണേ, അംബിയാഇന് നൽകിയ പോലെ, സ്വഹാബികൾക്ക് നൽകിയതുപോലെ, അഷ്റഫുൽ ഖൽഖിന് നൽകിയതുപോലെ. അയ്യുഹൽ ഖാരിഉ ബിൽ ഇഖ്ലാസി അബ്വാബൽ ഖലാസി ഷജറുൽ ഇഖ്ലാസി മഹ്മൂദുൽ ജനായഹുമൽ ഖിസ്വാസി. അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുത്തവരായിരുന്നു സജ്ജനങ്ങളായ ആളുകൾ. അവരുടെ പന്ഥാവിലേക്ക്, മാർഗത്തിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. كتب ربكم على نفسه الرحمة كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. كتب ربكم على نفسه الرحمة. പാപങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സ് വേദനിക്കുന്നവരെ നിങ്ങൾ കേൾക്കണേ, അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്, എന്നെയും നിങ്ങളെയും. റമദാൻ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിയവർ കേൾക്കണേ, അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്. ജീവിതത്തിൽ നന്നാവാൻ അവസരമില്ലാതെ തിന്മകൾ ചെയ്ത് ഒരു നേരം പോലും അല്ലാഹുവിന് വേണ്ടി നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ കഴിയാതെ, സുജൂദിൻ്റെ മധുരമറിയാതെ പാപങ്ങളെ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടവരായി ജീവിച്ചവരെ കേൾക്കണേ എന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. ഈ സദസ്സിൽ നിന്ന്, ഇന്നത്തെ രാവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലെടുത്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് സൂറത്തുൽ അൻആമിലെ 54-ാമത്തെ ഈ ആയത്താണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. അല്ലാഹുവിൻ്റെ ദാത്തിന് നിർബന്ധമാക്കി വെച്ച ഒരു ഗുണം റഹ്മത്താണ്, കരുണയാണ്. അല്ലാഹു കരുണ ചെയ്യുമെന്നുറപ്പാണ്. അദാബിനെ കുറിച്ച് അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ശിക്ഷിക്കുമെന്നുറപ്പാണെന്ന്. അല്ലാഹ് ശിക്ഷിക്കുന്നവനാണ്. പക്ഷെ അല്ലാഹ് പറയുന്നത് എൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുറപ്പ്. എൻ്റെ റബ്ബ് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. ആർക്കാ റഹ്മത്ത് വേണ്ടത്? ആരാ റഹ്മത്ത് അർഹിക്കുന്നത്? അദാബ് അർഹിക്കാൻ പോകുന്നവരാണ്. ആരാണ് അദാബിന് അർഹതയുള്ളവർ? അല്ലാഹ് പറഞ്ഞത് കേൾക്കാത്തവരാണ്. അല്ലാഹുവിന് ധിക്കാരത്തോടുകൂടെ അല്ലാഹുവിന് പിന്തിരിഞ്ഞ് നടന്നവർ, അല്ലാഹുവിനെ അനുസരിക്കാത്തവർ, അദാബ് അർഹിക്കുന്നവർ, അവരോടാണ് അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റഹ്മത്ത് കിട്ടും. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ചുറച്ചതാണ്. എന്താണ് വിഷയം? അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല. നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ട്, ആ ജഹാലത്തിനവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ കൊടുത്തത് ബിഇൽമിൻ, ബോധത്തോടുകൂടെ തന്നെയാണ് നിങ്ങൾ തെറ്റ് ചെയ്തത് എന്നിരിക്കട്ടെ. കണ്ണുകളെ നിയന്ത്രിക്കാതിരുന്നത്, സമയം അല്ലാഹു ഇഷ്ടപ്പെടാത്ത വീഡിയോകൾ കണ്ടിരുന്നത്. എത്രയോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മക്കൾ ഉമ്മയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഉമ്മ കാണുന്നത് വേണ്ടാത്തരം. ഇപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും കളിക്കാൻ, എന്നാൽ ഉമ്മക്ക് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് അത് പ്ലേ ചെയ്യുമ്പോഴേക്കും ഉമ്മയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ അതിൻ്റെ ഇപ്പുറത്ത് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടി അതൊന്ന് ക്ലിക്ക് ചെയ്യും, അടുത്തതിലേക്ക് പോകും. ഒരിക്കലും ഒരു മനുഷ്യനും കാണാൻ പാടില്ലാത്ത, അല്ലാഹു നിഷിദ്ധമാക്കിയ പച്ചയായ വ്യഭിചാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സുകളിലേക്ക് കയറി ചെല്ലാൻ അവസരങ്ങൾ ഒരുപാടാണ് കിടക്കുന്നത്, ഒരുപാടാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടവും അതുതന്നെയാണ്. മയക്കുമരുന്ന് പോലെ തന്നെ അപകടമാണ്, മയക്കുമരുന്ന് പോലെ ലഹരിയാണ്. മനുഷ്യൻ കാണുന്ന അശ്ലീല വീഡിയോകൾ, അശ്ലീല ചിത്രങ്ങൾ, അത് ഇന്നത്തെ ഒരു അസുഖമാണ്. പടിഞ്ഞാറെന്ന് ഖേദിക്കുകയാണ്.
അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ, പിടിച്ചു കെട്ടാൻ കഴിയാതെ അന്തം വിട്ടിരിക്കുക എന്തു ചെയ്യും? പൊണോഗ്രഫി ലോകത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വമൂല്യങ്ങളും സർവധർമ്മങ്ങളും സനാതന തത്വങ്ങളും ഇതൊന്നും വ്യഭിചാരം കാണുന്ന മനുഷ്യൻ്റെ മനസ്സിൽ, അവൻ ഏത് മതക്കാരനാവട്ടെ, അവനിൽ പെണ്ണിനോടുള്ള, ആണിനോടുള്ള, വ്യഭിചാരത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം പിശാചിങ്ങനെ അവൻ്റെ ശരീരത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധത്തോടുകൂടെ, എന്നാൽ ഒരൽപ്പം ബോധമില്ലായ്മ മനുഷ്യനെ പിടിച്ചു വിഴുങ്ങുന്ന സമയത്താണ് തിന്മകളിലൂടെ മനുഷ്യൻ സമയം കളയുന്നത്. പാതിരാവുകളിൽ അല്ലാഹുവേ പുറത്തു തരണേ, ഇസ്തിഗ്ഫാർ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് ചോദിക്കേണ്ട സമയത്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത് കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഉറക്കമിളച്ച് നടക്കുന്ന യുവത. കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് കാണിക്കാൻ ഒരുക്കമാണ്. പക്ഷേ അല്ലാഹു നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറയുന്നു, അത് ശ്രദ്ധിക്കണേ. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദിഹി, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ലയോ, അല്ലാഹുവിനെ നിങ്ങൾ മറന്നില്ലയോ കുറച്ചു നേരം. ബിജഹാല, പ്രേമത്തിൻ്റെ പിന്നാലെ പോകും. അങ്ങനെയാ, അള്ളാഹനെ മറക്കും, ഉമ്മയെ മറക്കും, പാപ്പാനെ മറക്കും, കൂട്ടുകാരെ മറക്കും, വീട്ടുകാരെ മറക്കും. പ്രേമത്തിന് കണ്ണും കാതില്ല എന്നല്ലേ പറയാ. അങ്ങനെ ആ ഒരു പൈശാചിക തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബോധം തെളിയും. അപ്പോഴേക്കും വണ്ടി എവിടെയോ എത്തിയിട്ടുണ്ടാവും, അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും. മനുഷ്യനിൽ ഒരുതരം അന്ധത വരികയാണ്, ഒരുതരം കണ്ണു കാണായ്മ വരുമെന്നാണ്. ആര് പറഞ്ഞാലും കേൾക്കൂല. വിവാഹം എൻ്റെ കാമുകനോട് മാത്രമേ, അവനില്ലെങ്കിൽ എനിക്ക് ജീവനില്ല എന്നൊക്കെ ഡയലോഗ് എഴുതി വെക്കും, പറയും ചിലപ്പോൾ. സ്നേഹത്തിന് കണ്ണും കാതുമില്ല, അതൊക്കെ സഹിക്കാം. മതവുമില്ല എന്ന് പറയും ഇതിൻ്റെ പിന്നാലെ. പോയില്ലേ, ഔട്ടായില്ലേ? ഇതൊക്കെ പറയിപ്പിക്കും പിശാച് നിങ്ങളെ കൊണ്ട്. ആ സമയം അല്ലാഹു പറയാം, നിങ്ങൾക്കൊരു അന്ധത വരുന്നുണ്ടല്ലേ, ആ അന്ധതയെ പിടിച്ചുകെട്ടലായിരുന്നു നിങ്ങൾക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം. കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു റഹ്മത്ത് തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണോ തിന്മകളിൽ ചെന്നുപെട്ടത്, ആരൊക്കെയാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത്, സുമ്മ താബ മിൻ ബഅദിഹി, ആ തിന്മകളുടെ രസമെന്താണെന്നറിഞ്ഞു, തിന്മകളുടെ അവസ്ഥ എന്താണെന്നറിഞ്ഞു. ഒരു തിന്മ ചെയ്തിട്ടും ഒരു മനുഷ്യന് സമാധാനം കിട്ടുകയില്ല എന്ന് 100% 200% പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ്, ഒരു തിന്മയിലൂടെ ഒരാൾക്കും മനസ്സമാധാനം കിട്ടുകയില്ല. മുഅ്മിനെ, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയട്ടെ, നിങ്ങൾ പ്രേമത്തിലൂടെ, അനുരാഗത്തിലൂടെ മനസ്സിന് കുളിർമയുണ്ട് എന്ന് പിശാച് നിങ്ങളെ തോന്നിപ്പിക്കുകയാണ്. ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകാൻ പോകുന്നില്ല. എന്തേ? അത് തിന്മയുടെ വഴിയാണ്, അല്ലാഹു അനുവദിക്കാത്ത വഴിയാണിത്. നിങ്ങൾക്ക് അല്ലാഹു വിവാഹത്തിലൂടെ, നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം സാധ്യമാക്കി തരുന്നതുവരേക്കും വല്യസ്തഅഫിഫില്ലദീന ലാ യജിദൂന നിക്കാഹാ, വിവാഹം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പോലും വ്യഭിചാരത്തിലേക്ക് പോകരുതേ. നിങ്ങളെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കണമേ, കണ്ണുകളെ നിയന്ത്രിക്കണമേ, വാക്കുകളെ നിയന്ത്രിക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് നമുക്കത് കേൾക്കാൻ സമയമുണ്ടായില്ല, നമുക്കത് തോന്നിയിട്ട് പോലുമില്ല. ഗൗരവം പോലും എന്താ, അത് എല്ലാവരും ചെയ്യുന്നില്ലേ? ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ലല്ലോ. 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആയില്ലേ? അപ്പം ഞാൻ എന്തിനും ഒറ്റയ്ക്ക് ഇങ്ങനെ ആവണം? ഇസ്ലാം തുടങ്ങുമ്പോൾ ആളുകൾ ഇത് വിചിത്രമാണെന്ന് പറഞ്ഞു. ഇതെന്തേ നാട്ടുകാർ ആരും ചെയ്യാത്തത് ഇവർ ചെയ്യുന്നു? ഇതെന്തേ നാട്ടുകാർക്ക് ആർക്കുമില്ലാത്ത സ്വഭാവം ഇവർക്ക്? അങ്ങനെ തന്നെ ഒരു കാലം തിരിച്ചു വരുമെന്നും അന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെ ആളുകൾ ഒരു വേറിട്ട കണ്ണോടെ നോക്കിക്കാണുമെന്നും ഈ ലോകത്തിൻ്റെ ഗുരു, നമ്മളുടെ നായകർ, പ്രവാചകന്മാരുടെ തിരുനായകരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, സയ്യിദുൽ മുർസലീന ഹബീബുല്ലാഹ്, സയ്യിദുൽ ഖൽഖി അജ്മഈന മുഹമ്മദുൻ അഷ്റഫു ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മുമ്പ് നമുക്ക് ദീർഘദർശനം തന്നിട്ടുണ്ട്. സംഭവിച്ചത് സംഭവിച്ചു പോയി. ثم تاب من بعده, അതിനുശേഷം നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്തുവോ?
കഅബാലയത്തിൻ്റെ കില്ല പിടിച്ച് കരഞ്ഞോ? അള്ളാഹുവിൻ്റെ കഅബാലയത്തെ കണ്ടുകൊണ്ട് കരഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ റൂമിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് മുസല്ല വിരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്തുവോ? റബ്ബേ മാപ്പു തരണേ, അള്ളാഹു എന്നെ നന്നാക്കി തരണേ എന്ന്. ثم تاب من بعده وأصلح. അതിനുശേഷം ആ തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുകയും ചെയ്തു. തിന്മ എങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്നാൽ അതിനുശേഷം നന്മ ചെയ്യണം, സ്വതക്ക ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, നിസ്കാരങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നിങ്ങളാരെങ്കിലും തിന്മകൾക്ക് ശേഷം അല്ലാഹുവിലേക്ക് മടങ്ങുകയും നന്മ ചെയ്യുകയും ചെയ്താൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, നിങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരും, അല്ലാഹു മാപ്പു തരും. അല്ലാഹു മാപ്പു തന്നാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങളെ ആക്ഷേപിക്കില്ല. ആ തെറ്റുകളെ നാളെ പരലോകത്ത് നിങ്ങളുടെ റെക്കോർഡിൽ പോലും അല്ലാഹു കാണിക്കുകയില്ല. ഇന്നത്തെ ഈ രാത്രിയിലെ ഇന്നത്തെ ഈ സെക്കൻഡിൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നാളെ രാവിലെയല്ല, ഇന്ന് വേള കഴിഞ്ഞ് വിട്ടു പോയിട്ടല്ല, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ തുബ്നാ ഇലൈക്. പടച്ചവനെ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ ജീവിച്ചു. എത്ര പേര് മരിച്ചുപോയി കൊറോണയിൽ, എത്ര ചെറുപ്പക്കാർ മരിച്ചു. മുഅ്മിനെ, ഇപ്പം മറക്കാൻ സമയമായതൊക്കെ. എത്ര ചെറുപ്പക്കാർ, എത്ര ഡോക്ടർമാർ മരിച്ചു, എത്ര നഴ്സുമാർ മരിച്ചു, എത്ര ആളുകൾ അല്ലാഹു കൊണ്ടുപോയി. വളരെ ചുരുങ്ങിയൊരു കാലം, അങ്ങറ്റമെത്തിയാൽ ഒരു 100 കൊല്ലം അല്ലേ, ഒരു 110, അത്രയൊന്നും എത്തൂല. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തികളുടെ ലൈഫ് സ്പാൻ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീലും മൻ യുസാവിജുഹാ, അത് യുജാവിജുഹാ, അത് കഴിഞ്ഞ് കിടക്കുന്ന 70 കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കുറച്ചേ എൻ്റെ ഉമ്മത്തിലുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കൊരുങ്ങേണ്ട സമയമായി. അനന്തമായ യാത്രക്ക് മക്കളോ പേരക്കുട്ടികളോ കൈപിടിക്കാൻ കൂടെയില്ലാത്തൊരു യാത്രക്ക് നമ്മൾ ഒരുങ്ങാൻ സമയമായി. ഭാര്യ കൂടെയില്ലാത്തൊരു നേരത്ത്, മക്കൾ കൂടെയില്ലാത്ത നേരത്ത്, കൊച്ചുമക്കൾ ഓടി വന്ന് വാരിപ്പുണർന്ന് ഉമ്മ വെച്ചുപ്പ ഉമ്മ എന്ന് പറയാൻ കൂടെയില്ലാത്ത ഒരു യാത്രയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. കൂട്ടുകാരടോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, പാറ പോലെ നിൻ്റെ ചങ്കാണ് ഞാനെന്ന് പറയുന്ന ചങ്ക് കൂട്ടുകാരനെ ഖബറിൽ കാണാൻ കിട്ടില്ല. നിങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തനവും മാത്രമേ നിൻ്റെ കൂടെയുള്ളൂ. അല്ലാഹു തആല എന്നാലും പറയുന്നു, കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. നിങ്ങളെ ശിക്ഷിക്കണമെന്നല്ല ഞാൻ തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് റഹ്മത്ത് തരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മൻ അമില മിൻകും അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ തിന്മ ചെയ്തില്ലേ, ആ തിന്മകൾക്ക് പകരം അതിനുശേഷം നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയോ, തൗബ ചെയ്തോ നിങ്ങൾ, വഅസ്ലഹ, അതിനുശേഷം തൗബ ചെയ്തെന്ന് മാത്രമല്ല നന്മകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ മസ്ജിദുകൾ ഇബാദത്ത് കൊണ്ട് സജീവമാകണം. നമ്മുടെ നിസ്കാരങ്ങൾ ജമാഅത്തുകളിൽ നമ്മുടെ മക്കൾ എത്തണം. വഅസ്ലഹ, അങ്ങനെയാണെങ്കിൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരാൻ ഒരുക്കമാണ്. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്, നിങ്ങളെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി വാ, അല്ലാഹു സ്വീകരിക്കാൻ ഒരുക്കമാണ്. തൗബ ചെയ്ത് മടങ്ങി വാ, അല്ലാഹു നമ്മളെ വിളിക്കാൻ. ഈ ഒരു യാത്രയാണ് സജ്ജനങ്ങൾ നടത്തിയ യാത്ര. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ യസ്തഇഫ യുഇഫഹുല്ലാഹ്. വ്യഭിചരിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വ്യഭിചാരത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും അല്ലാഹു അവരെ അടർത്തി മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീഥാണിത്. വ്യഭിചരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ വഴി അല്ലാഹു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. من يستعف
ചെറുപ്പക്കാരികളോട്, വിദ്യാർത്ഥിനികളോട്, നമ്മുടെ ഹോസ്റ്റലുകളിലും കോളേജുകളിലും വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന മക്കളോട് അല്ലാഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ, മൻ യസ്തഇഫ്, എൻ്റെ മുമ്പിൽ, എൻ്റെ ഹോസ്റ്റൽ റൂമിൽ കിടക്കുന്ന ചെറുക്കന്മാർ മുഴുവനും എൻ്റെ കൺമുമ്പിൽ വെച്ച് വ്യഭിചരിച്ചാൽ പോലും ഞാനത് ചെയ്യില്ല റബ്ബേ, എനിക്കത് പാടില്ല, നിൻ്റെ അദാബ് എനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ എന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ എത്തിപ്പെടുന്ന ഹോസ്റ്റൽ റൂമിലെ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ പോലും, അന്യമതസ്ഥരാണെങ്കിൽ പോലും അവർ തിന്മ ചെയ്യാത്ത നല്ല മനുഷ്യരായിരിക്കും. നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഇത് മൻ യസ്തഇഫ്, നിങ്ങളുടെ കൽബിനുള്ളിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ യാത്രയുടെ തുടക്കം വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല റബ്ബേ, എങ്ങാനും ഒരവസരം വന്നുപെട്ടാൽ റബ്ബേ നീ എന്നെ കാക്കേണമേ എന്ന് മനസ്സിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ അതിൻ്റെ അവസരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കൈപിടിച്ചു മാറ്റിയിട്ടുണ്ടാകും. ഇല്ലേ, നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാകും അതിൽ. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മളെ എല്ലാവരെയും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. അള്ളാഹുവേ, ഞാൻ ആരോടും യാചിക്കുകയല്ല, ഞാൻ ആരോടും യാചന നടത്തിയിട്ടല്ല ജീവിക്കുന്നത്, നീയായിട്ട് എൻ്റെ ഇസ്സത്തിന് കോട്ടം വരാത്ത രീതിയിൽ അള്ളാഹുവേ എനിക്ക് സമ്പത്ത് നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യുഗ്നിഹില്ലാഹ്, അവർക്ക് സമ്പത്ത് അള്ളാഹുയുടെ കൈകളിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. ഉറപ്പാണ്. അവർ തുടങ്ങുന്ന കച്ചവടങ്ങൾ അള്ളാഹു തആല ബറക്കത്ത് കൊടുക്കും, അവരുടെ ജോലികളിൽ ബറക്കത്ത് കൊടുക്കും. നേരെ മറിച്ച് വമൻ യസ്തഗ്നി, അള്ളാഹുവിൻ്റെ സഹായം പടച്ച തമ്പുരാനോട് അള്ളാഹുവിൻ്റെ ഔദാര്യം ചോദിക്കേണ്ടതിന് പകരം ഇന്ന ആളിൽ നിന്ന് എനിക്ക് കിട്ടണം, അയാൾ എന്നെ സഹായിക്കണം, ഇയാൾ എന്നെ സഹായിക്കണം. ഒരു വ്യക്തിയെ നിങ്ങൾ റബ്ബിൻ്റെ സ്ഥാനത്ത് റബ്ബിൻ്റെ നിഅമത്ത് പ്രതീക്ഷിക്കുന്നതിന് പകരം ഒരു പടപ്പിൻ്റെ, ഒരു സൃഷ്ടിയുടെ ഔദാര്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കൺമുമ്പിൽ ദില്ലത്തും നിന്ദ്യതയും ദാരിദ്ര്യവും നിങ്ങളുടെ കൺമുമ്പിൽ അള്ളാഹു കൊണ്ടുതരും. കഴിഞ്ഞില്ല. അഷ്റഫുൽ ഖൽഖ് തുടരുകയാണ്. ലോകത്തിന് നന്മ പഠിപ്പിച്ച ഗുരുവാണ് അഷ്റഫുൽ ഖൽഖ്. ഇതൊക്കെ ഹബീബിൻ്റെ ഹദീസല്ലേ? വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്, ക്ഷമിക്കാൻ എനിക്ക് കഴിവ് നൽകണേ റബ്ബേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഖൽബിന് ക്ഷമ തന്നിട്ടുണ്ടായിരിക്കും. ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഇന്ന് വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അറിയുന്നൊരു സുഹൃത്താണ്, അബ്ദുറഹീം എന്ന് പറയും, വടകര വില്യാപ്പള്ളി ഭാഗത്ത്. ആ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കിയിലെ ഒരു വലിയ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഒരു യാദൃച്ഛികമായി ഇവിടെ എത്തിപ്പെട്ടതാണ് എന്ന് പറയാം. വലിയ ഭീമമായ തുക ആ ഹോസ്പിറ്റലിൽ അവർക്ക് ബില്ലടക്കേണ്ടി വന്നു. അവർ തിരിച്ചു പോന്നു. ഇപ്പോൾ ഇഖ്റ ഹോസ്പിറ്റൽ 11 വയസ്സുള്ളൊരു മോനെ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണ്. ആ മോൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഉമ്മ കരയാണ്, എൻ്റെ കുട്ടി മറ്റു കുട്ടികളെപ്പോലൊന്ന് കളിക്കാനും നടക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കിട്ടുമോ? ഡോക്ടർമാർ കൈയൊഴിയുന്ന വിധം അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപാട് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അള്ളാഹുവെ, കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. എല്ലാവരും നാമ്യം പറയും, അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് മനസ്സിന് ഈ കുഞ്ഞിനെ ഇത്രയും രോഗാവസ്ഥയിൽ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ പടച്ചവനെ, നീ അവരെ സഹായിക്കണമേ പടച്ചവനെ. അള്ളാഹു ആ കുഞ്ഞിന് ശിഫ കൊടുക്കട്ടെ. ആ മാതാവിനും ഉപ്പാക്കും മനസ്സിന് സമാധാനം കൊടുക്കട്ടെ. എല്ലാ അസുഖമുള്ള മക്കൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ. നമ്മുടെ വല്യപ്പന്മാർ, ഉപ്പന്മാർ, ഉമ്മമാർ, ചെറുപ്പക്കാരൊക്കെ അസുഖമുള്ളവരുണ്ട്, രോഗശൈലി കിടക്കുന്നവരുണ്ട്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്, ക്ഷമ നൽകണേ എന്ന് റബ്ബിനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? അള്ളാഹു ക്ഷമ നൽകിയിരിക്കും. വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ദാനം ഒരു കുട്ടിയല്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ദാനം കുറേ കാശുമല്ല, കുറേ ബിൽഡിങ്ങും കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളും ഇതൊന്നുമല്ല. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്തെന്നറിയുമോ? ഇമാം ബുഖാരി, മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, ക്ഷമയോളം വലിയൊരു ദാനം അള്ളാഹു ഒരാൾക്കും നൽകുന്നില്ല. ക്ഷമയാണ് ഏറ്റവും വലിയ കരുത്ത്. നിങ്ങളൊരു പക്ഷേ തകർന്നടിഞ്ഞ് താഴേക്ക് എത്തിയേക്കാം, സുഖലോലുപതയിൽ പറന്നേക്കാം. ക്ഷമ വേണ്ടി വരും അവിടെയും. തിന്മയിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ, അതിക്രമം ചെയ്യാതിരിക്കാൻ.
നിഅമത്ത് കിട്ടുമ്പോഴേ അതിക്രമം ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരും. ദാരിദ്ര്യം വരുമ്പോഴേ അള്ളാഹുവിനെ പഴിചാരും. നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ദാനം ക്ഷമയാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റളിയ അനില്ലാഹി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ജീവിതത്തിലെ വിഷമങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുമെന്ന് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാശില്ല, സമ്പത്തില്ലല്ലോ, എൻ്റെ കയ്യിൽ വരുമാനമില്ലല്ലോ എന്ന് വിചാരിച്ച്, ജീവിക്കാൻ വകയില്ലെന്ന് വിചാരിച്ച് മനസ്സ് വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ നബിയുടെ ഹദീസ് ഒന്ന് കേട്ടോളൂ. അർബഉൻ ഇദാ കുന്ന ഫീക് ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. എനിക്ക് ബൈക്കില്ലല്ലോ, എനിക്ക് സ്കൂട്ടർ ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ എൻഫീൽഡ് ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ കാറില്ലല്ലോ, വാഹനമില്ലല്ലോ, എനിക്ക് വീടായിട്ടില്ലല്ലോ, എനിക്ക് വരുമാനമായില്ലല്ലോ, ജോലി ഇപ്പോഴും ശരിയായില്ലല്ലോ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പരാതി പറയും. ഓരോരുത്തർക്കും അവനവൻ്റെ വിഷയം വലുതാണ്, അല്ലേ? ഓരോരുത്തർക്കും അവനവൻ്റെ വിഷയം വലുതാണ്. ഓരോരുത്തർക്കും ചെറിയൊരു വിരലിന് ഒരു ചെറിയൊരു മുറിവ്, നഖം മുറിക്കുമെന്ന് കയറി കട്ടറുകൊണ്ട് മുറിച്ചു എന്ന് വിചാരിക്കുക, ആ വേദന അയാൾക്ക് വലുതാണ്. ഇപ്പുറത്ത് വിരൽ മുറിഞ്ഞ ആളുണ്ടാവും, ഇല്ലേ? പക്ഷെ നമ്മുടെ ആ ഒരു വിരലിനേറ്റ ചെറിയൊരു മുറിവ് നമുക്ക് വലിയ മുറിവാണ്. ഓരോരുത്തർക്കും അങ്ങനെയാണ്. പുണ്യനബി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലേ? ഹബീബ് നൽകുന്ന മനുഷ്യ മനസ്സുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ വാക്കുകളല്ലേ ഹബീബിൻ്റേത്? ആരാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിന് ഖൈറായ ഒന്നും ഹബീബായ നബി പറയാതെ പോയില്ല. നമുക്ക് ഷർറായതൊന്നും നബി തങ്ങൾ നമ്മളെ ഉണർത്താതെയും പോയില്ല. അവിടുന്ന് പറയട്ടെ, അർബഉൻ ഇദാ കുന്ന ഫീക്. കാശില്ലെന്ന് പറഞ്ഞോ, സമ്പത്തില്ലെന്ന് പറഞ്ഞോ, പൈസ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞോ, എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞോ, ആരോഗ്യമില്ലെന്ന് പറഞ്ഞോ നിങ്ങൾ പരാതി പറയലിൻ. 4 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ്. അർബഉൻ, 4 കാര്യം. ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. നിന്റെ കൂട്ടുകാരൻ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിനക്ക് 5 പൈസ പോലും ഒരു ദിവസം വരുമാനമില്ലാതിരിക്കാം, നിന്റെ കയ്യിൽ വന്നില്ലായിരിക്കാം, നിന്റെ കാശ് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം, കുടുംബജീവിതത്തിൽ റാഹത്തില്ല എന്ന് വന്നേക്കാം, ഭാര്യ അനുസരിക്കാത്തവളായി മാറിയേക്കാം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരായി മാറിയേക്കാം. എന്തു തന്നെ ആയാലും ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമല്ല. 4 നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ, 1 ഹിഫ്ളു അമാന. ഒരാൾ നിങ്ങളെ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കും. ഷോപ്പിൽ നിങ്ങളെ ഏൽപ്പിച്ചു, ഒരു കച്ചവടം നിങ്ങളെ ഏൽപ്പിച്ചു, അത് നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യലിൻ, അവിടെ നിന്ന് കാശ് വലിക്കലിൻ, മോഷ്ടിക്കരുത്, വിശ്വാസവഞ്ചന ചെയ്യരുത്. ഹിഫ്ളു അമാനത്തിൻ, വിശ്വാസവഞ്ചനയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, വസിദ്ഖു ഹദീസിൻ, സത്യമേ നിങ്ങൾ പറയൂ എങ്കിൽ, വഹുസ്നു ഖലീഖത്തിൻ, നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, വഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, ഹറാമായ ഒരു ഭക്ഷണവും നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെങ്കിൽ, ഈ 4 നിങ്ങളുടെ കൂടെയുണ്ടോ, നിങ്ങൾ പെട്ടിക്കട നടത്തിയാലും നിങ്ങൾ മില്യനെയറാണ്, നിങ്ങൾ ബില്യനെയറാണ്. എന്തേ? നിങ്ങൾ സത്യസന്ധനാണ്, സത്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ സൽസ്വഭാവിയാണ്, നിങ്ങൾ മയക്കുമരുന്നോ ലഹരിയോ മദ്യപാനമോ ഉപയോഗിക്കുന്നവരല്ല, ആര് ഫ്രീ ആയി തന്നാൽ പോലും അത് ഉപയോഗിക്കുന്നവരല്ല എങ്കിൽ, നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം ഹുസ്നു ഖലീഖത്തിൻ, ഒരാളോട് ഏത് മനുഷ്യനോടും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നാവ് കൊണ്ട് സത്യം മാത്രമേ നിങ്ങൾ പറയൂ എങ്കിൽ, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റും നിങ്ങളെ എന്നാളുകൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ലാ അഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. കാറില്ല എന്ന് വിചാരിച്ച്, വീടില്ല എന്ന് വിചാരിച്ച്, വരുമാനമില്ലെന്ന് വിചാരിച്ച് ഇല്ലായ്മകൾ പറഞ്ഞ് നിങ്ങൾ നടക്കല്ലേ സഹോദര സഹോദരി. അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ദുന്യാവ് മുഴുവനും കിട്ടിയാൽ ഇതുതന്നെ കിട്ടാനുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ ഇത്? വലിയ പണക്കാരനാണെന്ന് വിചാരിക്കുക, പക്ഷെ ആൾ മയക്കുമരുന്നിനടിമയാണ്. ആരയാളെ നോക്കും? അയാളെപ്പോലുള്ള ആളുകളല്ലാതെ. വലിയ മുതലാളിയാണ്. അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ വഞ്ചിച്ചതാണ്.
വഞ്ചന ഡെലിബറേറ്റ്, പരസ്പരം ബഹുമാനത്തിലും വിശ്വാസത്തിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരാൾ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക, എത്ര വലിയ അപകടമാണിത്. കച്ചവടങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും, ചില കച്ചവടങ്ങൾ പരാജയപ്പെടും. എത്ര പരിശ്രമിച്ചാലും ഏതൊക്കെ നിങ്ങൾ അധ്വാനിച്ചാലും അള്ളാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടും. പക്ഷെ അങ്ങനെയല്ല, ഒരു മനുഷ്യൻ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ മനുഷ്യന് എത്ര കാശുണ്ടാക്കിയിട്ടുണ്ടെന്ന് ആളുകൾ പറയില്ലേ, അത് പറ്റിച്ചുണ്ടാക്കിയതല്ലേ, തീർന്നോ? അയാൾക്ക് എന്ത് അഭിമാനം, വലിയ മുതലാളിയാണ്, ആൾ പച്ച നുണയെ നാവ് കൊണ്ട് പറയൂ, വല്ല വിലയുണ്ടോ? മനുഷ്യന്മാരോട് ആൾ വലിയ മുതലാളിയാണ്. ഒരു പാവപ്പെട്ടവനെയോ കൂടെ പഠിച്ചവനെയോ അയൽവാസിയെ കുടുംബ ബന്ധുവിനെ പോലും ഒന്ന് മാന്യമായി സംസാരിക്കാനോ പെരുമാറാനോ അയാളെ കിട്ടൂല, അഹങ്കാരിയാണ്. ആർക്ക് വേണം അയാളുടെ കാശ്? പുണ്യനബി പറയാ, ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ, ദുന്യാവിൽ നഷ്ടപ്പെട്ടത് നഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളായി പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും മുതലാളിമാരാവാൻ കഴിയില്ല, എല്ലാവർക്കും എല്ലാം കിട്ടുന്ന ലോകവുമല്ല ഇത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും സത്യസന്ധതയും വിശ്വസ്തതയും സൽസ്വഭാവവും ഹലാല് ഭക്ഷിക്കാൻ കഴിയുക, ഇതിന് മാത്രം നമുക്ക് സാധ്യമായാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നമൻ യർകബിൽ ഫവാഹിഷ സിർറൻ ഇന്നമൻ യർകബിൽ ഫവാഹിഷ സിർറൻ ഹീന യഖ്ലൂ ബിനഫ്സിഹി ഗൈറു ഖാലി كيف يخلو عنده كاتباه شاهداه وربه ذو الجلال. കഴിയുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വിജയം. ഇഹ്സാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, ഇസ്ലാം എന്താണ് നബിയെ, ഈമാൻ എന്താണ് നബിയെ? പിന്നെ ചോദിച്ച ചോദ്യമാണ് വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇഹ്സാൻ? ഇസ്ലാം കാര്യം പഠിച്ചു, ഈമാൻ കാര്യം പഠിച്ചു, അതനുസരിച്ച് ജീവിച്ചു. ഇനി അടുത്തൊരു സ്റ്റേജാണ് ഇഹ്സാൻ, മുഹ്സിനീങ്ങളാവുക. മുസ്ലിം, മുഅ്മിൻ, അത് കഴിഞ്ഞാൽ പിന്നെ മുഹ്സിൻ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും എത്തണ്ടേ? അപ്പോഴല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. പുണ്യനബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് സ്വഹാബികളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി വന്നു നിന്ന് ഹബീബായ നബി തങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നബി തങ്ങളോട് അവർ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയാണ്. 80 ദിവസമേ പിന്നെ നബിയുടെ വഫാത്തിന് എടുത്തിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ ഇസ്ലാം എന്താണ്? 5 ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ്, എന്തല്ല, അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലാണെന്നാണോ ഇസ്ലാം കാര്യം ഒന്നാമത്തേത്? അല്ല. പറഞ്ഞാൽ മതിയോ? പോരാ. എന്താ ചെയ്യേണ്ടത്? അൻ തഷ്ഹദ, സാക്ഷിയാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ ഞാൻ അതിന് സാക്ഷി എന്ന് പറയാൻ പാടുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെ ഉണ്ടായിരുന്നില്ല, സാക്ഷി പറയാൻ പാടുണ്ടോ? ഇല്ല. അത് പറയുന്നതിന് ഞാൻ സാക്ഷിയാണ്, ആ കാര്യം നടന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ബി ദേ ഫിസിക്കലി, അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ഏകനാണ്, അള്ളാഹു ആണ് ആരാധനക്കർഹനെന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് സാക്ഷി പറയലാണ്. അള്ളാഹുവേ, ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിന് തുല്യമാണ്. നീ കണ്ണുകൾക്ക് വിഷയീഭവിക്കുന്നവനല്ല റബ്ബേ, പക്ഷേ കണ്ണുകൾ നൽകിയത് നീയാണ്. അല്ലെങ്കിൽ പിന്നെ ആരാ തന്നെന്ന് പറയേ? ആരാണ് ഈ പ്രപഞ്ചമുണ്ടാക്കിയതെന്ന് പറയേ? ബൈ ചാൻസ് നടക്കുമോ? ഒരു റീസണുമില്ലാതെ ഒരു കാര്യം ഒരു ഇഫക്റ്റ് ഉണ്ടോ? കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സയൻസാണ്. യുക്തിവാദികൾ പലപ്പോഴും ആരോപിക്കുന്ന ആരോപണങ്ങളിൽ പലതും സയൻറ്റിഫിക് അല്ല. എന്തേ? സയൻസ് പറയുന്നത് ദർ ഷുഡ് ബി എ റീസൺ ഫോർ ആൻ ഇഫക്റ്റ്. ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ റീസൺ വേണം. ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ ഒരു സൃഷ്ടാവ് വേണം. അത് വേണ്ടെന്നാണ് പറയാം. അത് ബൈ ചാൻസ്. ബൈ ചാൻസ് എങ്ങനെ പറയാം? ചാൻസ് കൊണ്ടൊരു സൃഷ്ടിപ്പ് ഉണ്ടാവുമോ? ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെറുതെ ഒരിക്കലും പറ്റില്ല. ഒരാളുണ്ടാക്കിയേ പറ്റൂ. ആ റബ്ബേ നീയാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ഹബീബാണ് എന്നെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാനതിന് സാക്ഷിയാണ് റബ്ബേ. വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ഹബീബ് റസൂലാണ്, അത് നീയാണ് റബ്ബേ നിൻ്റെ പരിശുദ്ധ കലാമിൽ പഠിപ്പിച്ചത്. ഹബീബിൻ്റെ ജീവിതം, അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ സ്വഹാബിമാരുടെ സാക്ഷ്യപ്പെടുത്തൽ, ചരിത്രം, ഇതതിന് സാക്ഷ്യമാണ്. ഞാനതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു റബ്ബേ, എൻ്റെ ഹബീബ് നിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. الإحسان أن تعبد الله
ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാ, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കാന്ന, അങ്ങനെ സ്വതക്ക്, അങ്ങനെ നോമ്പെടുക്കുക, അങ്ങനെ ഖുർആൻ ഓതുക. ഖുർആൻ ആരുടെ വചനമാണ്? അല്ലാഹുവിൻ്റെ വചനമാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ എൻ്റെ റബ്ബിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, എൻ്റെ റബ്ബിൻ്റെ കലാമാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, റബ്ബിനെ കാണുന്ന പോലെ. വഇല്ലം തകുൻ തറാ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സ്വദഖ്ത, അങ്ങയുടെ മറുപടി സത്യമാണ് നബിയേ. 2 ചോദ്യം കൂടെ ചോദിച്ച് ജിബ്രീൽ തങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉമർ തങ്ങളോട് ചോദിച്ചു, നബി തങ്ങൾ, ഉമറേ, ആ സായിൽ ചോദിക്കാൻ വന്ന ആൾ പുറത്തുണ്ടോ എന്ന് ചെന്ന് നോക്കുമ്പോൾ കാണാനില്ല. വീണ്ടും മുറ്റത്തേക്ക് കാണുന്നില്ല. പള്ളിൻ്റെ ബൗണ്ടറിക്ക് പുറത്ത് നോക്കി, അവിടെയും കാണുന്നില്ല. യാ റസൂലല്ലാഹി ലം അറ, കാണുന്നില്ല നബിയെ, കാണുന്നില്ല. പറഞ്ഞു, ഉമറേ, അത് ആരാണെന്നറിയുമോ? അത് മനുഷ്യനല്ല, ഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വന്ന മാലാഖയാണത്, ജിബ്രീൽ അലൈഹിസ്സലാമാണത്. ഇഹ്സാനിലേക്ക് ഉയരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അജബൽ അംറിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമല്ലേ? എന്തും ആ മുഅ്മിനായ മനുഷ്യന് ഖൈറാണ്. ഇന്ന സവാബതുഹു സറാഉ ശകർ, സന്തോഷം വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. ഫകാന ഖൈറല്ല. വഇന്ന സ്വാബതുഹു ദറാഉ സബർ, പ്രയാസം വരുമ്പോൾ ക്ഷമിക്കണം. അത് മുഅ്മിനായ മനുഷ്യന് ഖൈറാണ്. ഇത് രണ്ടല്ലേ ജീവിതത്തിലുള്ളൂ. കല്യാണം കഴിഞ്ഞ് സന്തോഷം, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, സങ്കടമായി. വീണ്ടും സന്തോഷം വരും, സൽക്കാരമാകുമ്പോൾ സന്തോഷം വരും, വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരും, സങ്കടമാവും. ഈ സങ്കടവും സന്തോഷവുമല്ലേ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് സന്തോഷമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, ശരീരം കൊണ്ട്, കർമ്മം കൊണ്ട് പറയുകയും, വിഷമങ്ങൾ വരുമ്പോൾ നാവ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ക്ഷമ പാലിക്കുകയും ചെയ്താൽ ഇത് രണ്ടും മുഅ്മിനായ മനുഷ്യനെ ചെയ്യാൻ കഴിയൂ. മുഅ്മിനായ മനുഷ്യൻ ഇത് ചെയ്യുമ്പോൾ അവർക്ക് 2 അവസ്ഥയിലും കൂലിയാണ്. അതുകൊണ്ട് അജബൽ അംറിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം അത്ഭുതമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ശുക്ർ ചെയ്യൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദീർഘമായൊരു ചരിത്രം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ, ഒരുപാട് വിഷയങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടവരാണ്. നേരത്തെ പറഞ്ഞ മിണ്ടാത്ത അസുഖത്തിലാണ് ഇന്ന് പല ആളുകളും അകപ്പെട്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീത്ത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നിങ്ങളൊക്കെ വിഷമിച്ചുകൊണ്ടായിരിക്കണമെന്നറിയാം. നമ്മൾ 9:30 തുടങ്ങിയത് 11:30 അവസാനിക്കും ഇൻഷാ അല്ലാഹ്. 11:30 ആവാനായില്ലേ? ഒരു 24 മിനിറ്റ് കൂടെ ഉണ്ട്. ചിലപ്പോൾ 5 മിനിറ്റ് കൂടെ ഏറെടുക്കും, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വല്ല അസ്വസ്ഥതയും തോന്നുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. എന്തായാലും ഒരു 25 മിനിറ്റ് കൂടെ നിങ്ങൾ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണത് കേൾക്കുന്നത് നബിയിൽ നിന്ന്. സ്വഹീഹൈനിയിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും. ഇനി ആ കഥ കേട്ടോളൂ, ആ ചരിത്രം. ഇതിലും മോസ്റ്റ് ഒഥൻറ്റിക് നരേഷൻ, ഒരു നെറേറ്റീവ് ലോകത്തില്ല. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ളൊരു ഹദീസ് എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒഥൻറ്റിക് ഒരു നരേഷൻ, ഇനി ഒരു നെറേറ്റീവ്, ഒരു സ്റ്റോറി ഒന്നും ഇനി കേൾക്കാനില്ല. അത്രയും പ്രാമാണികമാണിത്. 3 മനുഷ്യർ അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരെ പരീക്ഷിക്കുകയായിരുന്നു. ഒരാൾ വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾ, മറ്റൊരാൾക്ക് കഷണ്ടിയാണ്, വേറെ ഒരാൾക്ക് കണ്ണില്ല, കണ്ണിന് കാഴ്ചയില്ല. അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നോക്കണേ, അസുഖമുള്ള ആളുകളെ അസുഖം കൊണ്ടാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. സമ്പത്തുള്ളവരെ പൈസ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നത്. അവരെന്ത് ചെയ്യും, എങ്ങനെ അവർ ജീവിക്കുന്നത്, അവരുടെ മനസ്സെങ്ങനെയാണ്. ഒരാൾ വെള്ളപ്പാണ്ട് രോഗമാണ്. അല്ലാഹു തആല അത്തരം അസുഖങ്ങൾ വന്നവർക്കൊക്കെ റബ്ബേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ അത്തരം അസുഖങ്ങളിലൂടെ പ്രയാസത്തിലാണ്. മരുന്ന് എന്ത് കഴിച്ചാലും എന്ത് തേച്ച് പിടിപ്പിച്ചാലും അല്ലാഹുവിൻ്റെ ശിഫയല്ലാതെ വേറൊന്നുമില്ലതിന്. അല്ലാഹുവാണ് എപ്പോഴും ശിഫ നൽകുന്നത്. മനുഷ്യന് ചിലപ്പോൾ തോന്നും മരുന്നാ ശിഫ നൽകുന്നത്. അല്ല, മരുന്നുകൊണ്ട് ശിഫയാവാൻ പറ്റാത്ത ചില അസുഖങ്ങൾ ഇപ്പോഴുണ്ട്. അല്ലാഹുവിൻ്റെ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ ശിഫ കിട്ടൂ.
വെള്ളപ്പാണ്ട് രോഗം അതിൽപ്പെട്ടതാണ്. അല്ലാഹു തആല എല്ലാവർക്കും കാവൽ നൽകട്ടെ. അസുഖം വന്നവർക്ക് റബ്ബേ നീ ശിഫ നൽകണേ പടച്ചവനെ. വഖറ, വേറെ ഒരാൾ കഷണ്ടിയാണ്. കഷണ്ടി ഇപ്പം ഇന്ന് മുട്ടയടിക്കുന്നത് ഒരു സ്റ്റൈലാണ് അല്ലേ? മുട്ടയടിച്ച് പിന്നെ അത് തിളങ്ങാൻ വേണ്ടി ഒരു ജെല്ലും തെച്ചിട്ട് ആൾക്കാർ നടക്കുക അല്ലേ? സാലിയോ അങ്ങനല്ലേ? നല്ല തിളങ്ങുന്ന മുട്ടയടിച്ച് കിടക്കുന്ന നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്തായാലും പുറത്തൊക്കെ പല ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ മാനേജേഴ്സും സിഇഒമാരൊക്കെ മുടി ഉണ്ടാവില്ല, അപ്പം മുഴുവൻ ഷേവ് ചെയ്തിട്ട് നല്ല ഡെയിലി ഷേവ് ചെയ്യും. അപ്പോൾ നല്ല തിളങ്ങുന്ന മുട്ടയായിട്ട് അതെന്തോ ഒരു അഭിമാനമാണ്. എനിക്ക് എൻ്റെ ഒരു ലൈൻ മാനേജറുണ്ട്, അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷുകാരനാണ്, മുമ്പ് എപ്പോഴും ഫുൾ ടൈം മുട്ടയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. അത് പോയാൽ പിന്നെ സങ്കടം. ഓരോരുത്തർക്കും ഓരോ വിഷമം വലുതാണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? ചെറിയ വിരലിന് മുറിവുണ്ടായ കഥ പറഞ്ഞു, എല്ലാവർക്കും അത് വലുതാണ്. അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഫബഅസ ഇലൈഹിം മലക്കൻ, അല്ലാഹു ഒരു മലക്കിനെ അവരിലേക്ക് അയച്ചു. ഫഅതൽ ബറസ, തൊലിക്ക് അസുഖമുള്ള ആളുടെ അരികത്തേക്ക് വന്നു എന്ന് ചോദിച്ചു. അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു ലൗനുൻ ഹസൻ, ഒരു നല്ല തൊലി വേണം, നല്ല കളർ വേണം. വജിൽദുൻ ഹസൻ, നല്ല തൊലി വേണം. വയദ്ഹബു അന്നി ഹാദാ, ഈ വെള്ളപ്പാണ്ട് രോഗം എനിക്കില്ലാതെയാവണം. അത് ഖദറനിന്നാസ്, ജനങ്ങൾക്ക് എന്നോട് എന്തോ ഒരു വെറുപ്പുള്ള പോലെ. അപ്പോൾ മലക്കിങ്ങനെ തടവി കൊടുത്തു ശരീരത്തിൽ. ഫമസഹഹു ഫദഹബ്, അങ്ങ് പോയി. വഉഅ്തിയ ലൗനൻ ഹസനൻ, നല്ല തൊലി നിറം അല്ലാഹു നൽകി. വജിൽദൻ ഹസനൻ, നല്ല സൗന്ദര്യവും നൽകി, നല്ല തൊലിയും നൽകി. എന്നിട്ട് ചോദിച്ചു അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, പണത്തിൽ, സമ്പാദ്യത്തിൽ, സമ്പത്തിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ചിലർക്ക് വണ്ടിയായിരിക്കും, ചിലർക്ക് വീടായിരിക്കും, ചിലർക്ക് വേണ്ടത് വേറെന്തെങ്കിലും ആയിരിക്കും, ഫുഡായിരിക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അൽ ഇബിൽ, എനിക്ക് ഒട്ടകങ്ങളാണ് ഇഷ്ടം. 10 തികഞ്ഞു നിൽക്കുന്ന, പ്രസവിക്കാനായ ഒട്ടകത്തെ അവർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു യുബാറക് ലക ഫീഹാ, ഇതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്ന് പറഞ്ഞു. അളങ്ങ് പോയി, ആളെ കണ്ടില്ല. കഷണ്ടി ബാധിച്ച ആളുടെ അടുത്തേക്ക് വന്നു. അറബിൽ അസ്വല എന്ന് പറയും കഷണ്ടിക്കാർക്ക്. അഖ്റ, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പറഞ്ഞു ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. വയദ്ഹബു അന്നി ഹാദാ, ഇപ്പം റേഡിയേഷനൊക്കെ ചെയ്യുമ്പോൾ മുടി കൊഴിയും അല്ലേ? അള്ളാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ, നമ്മളെല്ലാവരും അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസറിൻ്റെ അസുഖം വന്നവർക്കൊക്കെ റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫയാക്കണേ റബ്ബേ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തലമുടി നഷ്ടപ്പെട്ട് കിടക്കുന്നവരൊക്കെ കാണും, വലിയ വിഷമമാണ്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, വേദനയ്ക്ക് ശമനം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ എന്താണ് വേണ്ടതെന്നാ ചോദിക്കുന്നത് മലക്ക്. ഇപ്പം പറഞ്ഞു ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. വയദ്ഹബു ഹാദാ അന്നി വഖദ് ഖദറനിന്നാസ്, പണ്ടൊക്കെ അങ്ങനെ ഉണ്ട്, ഈ കഷണ്ടിയായ ചേനത്തല എന്നൊക്കെ വിളിക്കും അല്ലേ? ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം അങ്ങനെ വിളിക്കലില്ല. പണ്ടൊക്കെ പൂച്ചക്കണ്ണിലെ കുട്ടികൾ എന്തോ ഇടങ്ങേറായിക്കണ്, സ്കൂളിൽ പോകുമ്പോൾ പൂച്ചക്കണ്ണെത്തേന്ന് പൂച്ചക്കണ്ണാന്നൊക്കെ പറയും. എന്ത് ഇടങ്ങേറ ഉമ്മ, എനിക്ക് നല്ല കണ്ണുള്ളത് തന്നില്ലല്ലോ. ഇന്ന് പൂച്ചക്കണ്ണ് കിട്ടാനാണ് നടക്കുന്നത് ഓരോരുത്തർ അല്ലേ? അല്ലാ, പൂച്ചക്കണ്ണ് ഓരോ എന്തോ ഒരു ചുരുക്കുള്ള കുട്ടി, എന്തൊരു ഭംഗി. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയല്ല, കളിയാക്കലായിരുന്നു അല്ലേ? അങ്ങനെ ഓരോ കാര്യം ഓരോ കാലത്ത് അങ്ങനെയാണ്. കുറേ കുള്ളന്മാരടിയിലെടുത്ത് നീണ്ടു കിടന്നാൽ ഓനെ ആകെ ഇടങ്ങേറാക്കും. അവൻ കുള്ളന്മാരടിയിലേക്കാരം ഉണ്ടാവുക. അപ്പോൾ നീണ്ടു നിൽക്കുമ്പോൾ തോട്ടിയെന്ന് വിളിക്കും, വേറെ എന്തെങ്കിലും വിളിക്കും. അപ്പോൾ ഇവർ കുറേ നീണ്ട മനുഷ്യന്മാരുടെ ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതറിയുള്ളൂ. അപ്പോൾ ഓരോരുത്തരെയും വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാവും. അന്ന് ഇങ്ങനെ കഷണ്ടി കളിയാക്കുന്ന കാലമാണ്. ഖദറനിന്നാസ്, ആൾക്കാർക്കൊക്കെ എന്നോട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടക്കുറവുണ്ട്, എൻ്റെ മുടി, തലമുടി ഒന്ന് കിട്ടണം. ഫമസഹ, മസ്ഹ ചെയ്ത് കൊടുത്തു. ഫദഹബ വഉതിയ ശഅറൻ ഹസനൻ, നല്ല മുടി അല്ലാഹു നൽകി, സമൃദ്ധമായ മുടി നൽകി. വിഗ് വെക്കരുത്. എന്ത് ചെയ്യാം, നിങ്ങൾ ആ പ്ലാന്റേഷൻ ചെയ്യൂലേ, വേക്കുന്നിടത്തിട്ട് മുമ്പിൽ വെച്ചിട്ട് പ്ലാന്റേഷൻ ചെയ്യില്ല, മുടി ഗ്രോ ചെയ്യുന്ന, അത് കുഴപ്പമില്ല. എന്ത് ചെയ്ത് ആ തൊപ്പിട്ടോ നടക്കണ്ട, കഷൻ്റെ ഷേവ് ചെയ്ത് നടന്നോളൂ. മറ്റേത് ഫേക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഒരു ഐബിനെ മറക്കാനാണ്. വേറൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. നിങ്ങളുടെ മുടി നിങ്ങളുടെ തലയിൽ നിന്ന് എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണത്. അതിന് കുഴപ്പമില്ല എന്നാണ് അലമിങ്ങൾ പറയുന്നത്. അല്ലാഹു അലം. അല്ലാതെ വിഗ് വെക്കരുത്, അത് നബി തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
വഉഅ്തിയ ശഅറൻ ഹസനൻ, എന്നിട്ട് അയാളോട് മലക്ക് ചോദിച്ചു ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, എന്ത് സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ ബഖർ, എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഫഅതാഹു ബഖറൻ ഹാമില, ഗർഭിണിയായ പശുവിനെ കൊടുത്തു എന്ന് പറഞ്ഞു. യുബാറകു ലക ഫീഹ, നിനക്കിതിൽ ബർക്കത്തുണ്ടാവുമെന്ന് പറഞ്ഞു. മലക്ക് പോയി. ഒരു മൂന്നാളും 3 നാട്ടിലായിരിക്കാം. വാതൽ അഅമാ, കണ്ണ് കാണാത്ത ആളിൻ്റെ അരികത്തേക്ക് ചെന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചശക്തി നിലർത്തി തരണേ പടച്ചവനെ. അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഷുഗറൊക്കെ വന്ന് കണ്ണിൻ്റെ കാഴ്ച പോയ എത്ര ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്ന ഒരു ഫാമിലിയുണ്ട് ഷാർജയിൽ, ഒരുപാട് ദീനിന് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. ആ വാപ്പ, അവരുടെ ഒരു മകൻ ചെറുപ്പക്കാരനാണ്, കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, റബ്ബേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. അവരുടെ മകൾ